സെറ്റ്. ചെറിയ സ്മോൾ വേണ്ടോ വേണ്ട, നേരെ നമ്മുടെ ഒരു ടെന്റിന്റെ അകത്തേക്ക് ഇതുണ്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ക്ലൈംബർ ദിനു. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫുൾ സെറ്റപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫിഷിംഗ് റോഡും അതുപോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. നമുക്ക് അഥവാ മീൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും സെറ്റ് ചെയ്യും. പിന്നെ മഴ പെയ്ത് ഫുള്ള് നനഞ്ഞു കിടക്കണമുണ്ട്, പിന്നെ കുക്കിംഗ് നടക്കുമെന്ന് അറിയില്ല. എന്നാലും ഇന്നത്തെ വീഡിയോ ഒരു അപാരം വീഡിയോ ആയിരിക്കും. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുക. നല്ല ഫുൾ അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതുണ്ടോ, ഇന്ന് നമ്മുടെ കൂടെ ഫിഷിങ്ങിനുള്ള 2 പേരാണ് കേട്ടോ. ഒന്ന് നമ്മുടെ അഫ്നാനും ഒന്ന് മൈഷാനും. അപ്പോൾ 2 പേരും നമ്മുടെ 2 പേരും ഇതുണ്ടോ ഫിഷിംഗ് റോഡും എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് മീൻ പിടിക്കാൻ പോകണം കേട്ടോ. ഇതൊക്കെ നല്ല വിലയുള്ള ഫിഷിംഗ് റോഡാണ്. ഹൗ മച്ച് റുഫിയ ദിസ് വൺ? നോ, ദിസ് വൺ റീൽ 4,000 റുഫിയ. 4,000 റുഫിയയുടെ റീലാട്ടോ. നമ്മുടെ നാട്ടിൽ ഏകദേശം 20,000 രൂപ റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതെ മൈഷാൻ്റെ നല്ല അടിപൊളി റീലും റോഡുമാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ മീന് തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഉറപ്പായിട്ടും കയറി വരും. അമ്മാതിരി ഐറ്റമാണിത്. അങ്ങനെ നമ്മളിതേ നടന്ന് ഏകദേശം നമ്മുടെ ബീച്ചിലെത്തി, കടലിലെത്തി കേട്ടോ. അതുണ്ടോ, ഓ എന്ത് സൂപ്പർ വ്യൂ അല്ലേ ഇവിടെ. ഓ, സീ നല്ല റഫായിട്ട് കിടക്കുക കേട്ടോ. നല്ല റഫായിട്ട് സീ കിടക്കുവാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് പരിപാടി. ഞാനിന്ന് എന്തായാലും ഫിഷിംഗ് ചെയ്യുന്നില്ല, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് കേട്ടോ. നമുക്ക് കണ്ടന്റ്, നല്ല കിടിലം കണ്ടന്റുകൾ കിട്ടണം. അതുകൊണ്ട് നമ്മുടെ അടിപൊളി കണ്ടന്റുകൾ വരുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നല്ല കട്ടയ്ക്ക് കൂടെ നിൽക്കുക കേട്ടോ. അതായത് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ. മാലദ്വീപിൽ ഷാർക്ക് പിടിക്കാൻ പാടില്ല എന്നാണ്, കാരണം ബാൻ ചെയ്തേക്കുന്നതാണ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. മാലദ്വീപ്സിൽ ഷാർക്ക് പിടിക്കാമോ ഇല്ലയോ എന്നുള്ളത്. ഉറപ്പല്ല അതോ ഫിഷിംഗ് സാധനങ്ങളെല്ലാം വച്ചേക്കുന്ന ബാഗാണ്. ഇത് കണ്ടോ, ഒരു വാട്ടർ പ്രൂഫിന്റെ ഒരു ബാഗ്. ഇതാണ് റപ്പല്ല കേട്ടോ. ഇത് വെച്ചാണ് നമ്മളിന്ന് മീൻ പിടിക്കുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ ഇനി അടുത്ത ഇതിലോട്ട് പോവാ കേട്ടോ. അവിടെ നിന്നൊന്നും കിട്ടിയില്ല. ഇത് ഫുള്ള് കോറൽസ് ആട്ടോ. കോറൽസ് നിറഞ്ഞു കിടക്കണുണ്ടല്ലേ. കോറൽസിന്റെ സൈഡിൽ കൂടെ നല്ല പച്ചപ്പ് പിടിച്ച ഇത് അതിന്റെ സൈഡിൽ കൂടെ തപ്പും. ഇവിടെ നിന്ന് ഫുള്ള് ഇങ്ങനെ കടലിന്റെ ഇതാട്ടോ. ഇതേ കാണുന്നതൊരു വേറൊരു ഐലൻഡ് ആണ് കേട്ടോ. ഈസ് ദാറ്റ് റസ്കത്തീം? ഓക്കെ സോറി. ദാറ്റ്സ് ഹുൽദുഫാർ. റസ്കത്തീം ദേർ. ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ മീനുകൾ കാണും കേട്ടോ. ട്രൈ, ലെറ്റ്സ് സീ. ഇവിടെ ഷാർക്ക് ഉണ്ടെന്നാട്ടോ പറയണത്. ഗായ്സ്, ഇത് കണ്ടോ, ഒരു വെള്ളക്കെട്ടാട്ടോ. അതിൽ ഈ ചെറിയ ചെറിയ മീനുകൾ വന്നിരിപ്പുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു മീൻ കാണാം. ഇതിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ ഓരോ മീനൊക്കെ. ഈ ഒരു ഗ്യാപ്പിനകത്ത് ഇതേ ഈ കല്ലിൻ്റെ അവിടെ നിറച്ച് മീൻ കിടക്കുക. ഇത് കണ്ടോ, ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു മീനുകളാട്ടോ. കണ്ടോ നമ്മുടെ നാട്ടിലെ പാണം വള്ളത്തിൽ നിന്നൊക്കെ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു മീനുകളാണ്.
അയ്യോ കണ്ടോ, എല്ലാം ചാടി പിടച്ചു പോകും. പോയി ചാടി പോവാട്ടോ എല്ലാം. നമുക്ക് ഒന്നിനെ പിടിച്ചു നോക്കാം. കിട്ടി കേട്ടോ ഒന്നിനെ. കിട്ടി മോനെ, കിട്ടി. ഒരു പ്രത്യേക തരം മീനാട്ടോ, തവളയെ പോലെ ആയിരിക്കണേ. ഇത് കണ്ടോ, ഈ മീനിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് കരയിലും ഇരിക്കും കേട്ടോ. വെള്ളം ഇല്ലെങ്കിലും ഈ മീന് സർവൈവ് ചെയ്യുന്ന പോലത്തെ ഒരു മീനാണ്. ഇതുണ്ടോ, ഈ മീനിൻ്റെ പേരറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഓടിച്ചിട്ട് പിടിച്ച മീനാണിത്. ഇത് കണ്ടോ, അലയടിച്ച് കയറി വന്നിട്ട് ഒരു കുഴിക്കകത്തോട്ട് വെള്ളം ഇറങ്ങി പോണ കണ്ടോ. ഓ, ഇപ്പൊ എല്ലാം കൂടെ അടിച്ച് തിരിച്ചു കയറി വരും. ഈ ഞണ്ടിന്റെ പേരറിയാന്നുള്ളവര് അമ്മേ, ഈ ഞണ്ടിന്റെ പേരറിയാന്നുള്ളൊരു കമന്റ് ചെയ്യണേ. ഞണ്ട് പോയി. മീനിനെ പിടിക്കാനുള്ള ഐറ്റം എല്ലാം ഒന്നേന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഓരോ മീനിനെയും പിടിക്കാനുള്ള സാധനങ്ങളാണ്. ആ, നൈറ്റ് ഫിഷിങ്ങിനല്ല അല്ലേ, ഗുഡ് ഫോർ നൈറ്റ് ഫിഷിംഗ് റൈറ്റ്. നമ്മളിപ്പോൾ ഏറെക്കുറെ അത്യാവശ്യം നല്ലൊരു ദൂരം വന്നു കേട്ടോ. നമ്മളിനി ഈ സൈഡിൽ കൂടെ നടന്ന് വേറെ ഏതെങ്കിലും സൈഡിലോട്ട് പോവുകയാണ്, അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ്. അവിടെ ഏതെങ്കിലും മീൻ കിട്ടുമോ നോക്കുവാണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് നല്ലോണം അറിയാമെന്നുള്ളൊരു പ്ലേസാണ് കേട്ടോ ഇത്. കാരണം ഇവിടെ വെച്ച് ഞാൻ ഒത്തിരി സർവൈവൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലമാണിത്. പക്ഷെ ഇത് ഇപ്പോൾ ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുവാണ്. ആ, വെരി നൈസ് ദോ ഹിയർ. എന്ത് നൈസ് സ്ഥലം നോക്കിയ, ഒരു ബീച്ച് പോലെ. ഇതുണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളം. കടലിൽ നിന്ന് ഒഴുകി വന്ന ഒരു നെറ്റാണെന്ന് തോന്നുന്നു. ഒരാൾ അവിടെ എല്ലാം റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അത് കടലിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. ഈ ഒരു സൈഡ് നല്ല അടിപൊളി ബീച്ചായിട്ട് കിടക്കും. ദേ മീനുണ്ടെന്നാട്ടോ പറയണേ. ദേ കണ്ടൂടാ, ചെറിയ കുഞ്ഞു മീനുകളൊക്കെ ഇങ്ങനെ ചാടിക്കൊണ്ട് കിടക്കും അവിടെ. ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ യായിസോ, ഓ ദേ നല്ല അടാറ് മീൻ അവിടെ നല്ല അടി നടക്കുന്നുണ്ട് കേട്ടോ. എന്ത് ക്ലിയർ ആയിട്ടുള്ള വെള്ളം നോക്കിയേ. നൗ ഹിയർ nice beach formed though here. Guys, നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ട് നമ്മളിതാ ഇവിടെ ചെറിയൊരു ഷെൽട്ടർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.